ഹായ് എവരി വൺ. ഇത് നമ്മൾ 10th CBSE മാത്സ് പോർഷനിലേക്ക് കടക്കാൻ പോവാണ്. അതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സാണ്. ഇപ്പോൾ റിയൽ നമ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാകും, ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് LCM ആൻഡ് HCF. എന്താണ് LCM, എന്താണ് HCF? ചിലവർക്ക് ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു സെക്ഷനാണ്, പക്ഷെ വളരെ ഈസിയാണ്, ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ LCMും HCF എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. നമുക്കറിയാം ഇറാഷണൽ നമ്പേഴ്സ് √3, √2 ആൻഡ് √5 ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. ഇതിൻ്റെ പ്രൂഫ്, ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇതൊരു ഇറാഷണൽ നമ്പറാണെന്നുള്ളത് എന്നത് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. ഈ ഒരു 2 സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സോ ആദ്യം LCM ആൻഡ് HCF അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപയോഗിച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്ക് ആദ്യം LCM ആൻഡ് HCF എന്താണെന്നുള്ളത് ഈ ചാപ്റ്റർ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു ഡെഫിനിഷൻ ഈസി വേ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം എന്ന് പറയുന്നത് HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടേഴ്സ്. നമുക്കിത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അതായത് നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടറിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഈച്ച് കോമൺ പ്രൈം ഫാക്ടറാണ് നമുക്ക് വേണ്ടത്. കോമൺ സ്മോളസ്റ്റ് ആയിട്ടുള്ള കോമൺ പ്രൈം ഫാക്ടറാണ്. അതുപോലെ LCM എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഇവിടെ കോമൺ ഇല്ല, ശ്രദ്ധിക്കണം. ഇവിടെയാണ് കോമൺ പ്രൈം ഫാക്ടർ വേണ്ടത്. ഇവിടെ കോമൺ എന്നില്ല, ബട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഗ്രേറ്റസ്റ്റ് പവറാണ് ഇതിലെടുക്കുന്നത്. ഇതിൽ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. LCM എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ട കാര്യം ഒരു പ്രോബ്ലം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് എക്സാമ്പിൾ 2 ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ. സോ ശ്രദ്ധിക്കുക. ഫൈൻഡ് LCM ആൻഡ് HCF ഓഫ് 6 and 2. ഇവിടെ 6 നമ്മൾ പ്രൈം ഫാക്ടർ എങ്ങനെയാണ് കാണുക, ആദ്യം അത് പറഞ്ഞുതരാം. പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 6 നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടാണ് പൊതുവെ പ്രൈം ഫാക്ടർ കാണുക. സോ ആ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. സോ ഇങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഫൈൻഡിങ് ദ പ്രൈം ഫാക്ടേഴ്സ്. സോ ആദ്യത്തെ നമ്പർ എന്നുള്ളത് 6 ആണ്. ആദ്യത്തെ നമ്മുടെ പ്രൈം ഫാക്ടർ എന്നുള്ളത് 2 ആണ്, പ്രൈം നമ്പർ എന്നുള്ളത്. സോ നമ്മൾ 2 വെച്ചിട്ടാണ് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 6 പ്രൈം ഫാക്ടർ 6ൽ 2 എത്ര തവണ ഉണ്ടാവും? 3 ടൈംസ്. സോ 3 അഗെയിൻ ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ ഫർദർ ആയിട്ട് നമുക്ക് 3 ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്താണ് 2 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 into 3. ഇതാണ് 6ൻ്റെ പ്രൈം ഫാക്ടേഴ്സ്. നമുക്ക് 6ന് ഈ ഒരു ഡിവിഷനിലാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക. 2 and 2 into 3. അടുത്തത് 20 ആണ് വരുന്നത്. സോ 20ന് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓക്കെ, 20നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ ആദ്യം 2 കൊണ്ട് ചെയ്യുക. എത്ര വരും? 20/2 എന്ന് പറയുമ്പോൾ 10 ആണ്. അഗെയിൻ നമ്മൾ ബൈ 2 ചെയ്യും. അപ്പോൾ 5 കിട്ടും നമുക്ക്. 5 നമുക്ക് പിന്നെയും ഫർദറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 5 ഒരു പ്രൈം നമ്പറാണ്. സോ നമ്മുടെ ഒരു 20 എന്നുള്ളതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയണത് എന്താണ്? 2 into 2 into 5. ശ്രദ്ധിക്കണം, ഇതിൽ 2 പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആദ്യത്തെ 6ൻ്റെ എന്ന് പറയുമ്പോൾ 2 into 3 and 20 എന്ന് പറയുമ്പോൾ 2 into 2 into 5. ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ LCMും HCFും കാണണം. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. we can write this as this 2 into 2 into 5 as നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ. അതായത് 2 എന്നുള്ളത് നമുക്ക് 2 ടൈംസ് ഉണ്ട്. സോ 2 സ്ക്വയർ into 5. നമുക്ക് ഈ ഒരു രീതിക്ക് ഇതിനെ മാറ്റി എഴുതിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്
LCM. ആദ്യം നമുക്ക് LCM നോക്കാം. LCM, വാട്ട് ഈസ് LCM? LCM എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷനിൽ ശ്രദ്ധിച്ചതാ. റൈറ്റ്, ഡെഫിനിഷനിൽ എന്താ LCM എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. HCF എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. സോ ഇതിൽ HCFും LCMും കാണണം. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. ഇതിൽ കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക. ശ്രദ്ധിക്കുക കേട്ടോ, ഏറ്റവും എളുപ്പത്തിൽ പറയാം. കോമൺ ആയിട്ടുള്ളത് ഏതാണെന്ന് ആദ്യം നോക്കുക. കോമൺ ആയിട്ടുള്ളത് ഏതാ? ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. ഇതിലും കമ്പയർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഈ 2 ആണ്. ഈ 2 ആണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു 2. ഓക്കെ, ഇതിൽ ലീസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിലും, HCF ആണ് ഞാൻ പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിലും നമുക്ക് വേണ്ടത് ലീസ്റ്റാണ്, സ്മോളസ്റ്റ് കോമൺ പ്രൈം ഫാക്ടറാണ്. സോ ഇതിൽ സ്മോളസ്റ്റ്, ഇത് രണ്ടാണ് കോമൺ ആയിട്ട് വരുന്നത്. ഈ രണ്ടെണ്ണത്തിൽ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 2⁻². ഇവിടെ ഇതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 2⁻², അതായത് 2 ആണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 2⁻2 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അത് കോമണും അല്ല, കാരണം ഒരു 2 ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2⁻1 ഉണ്ട്, ഇവിടെ 2⁻1, 1 × 2⁻1, അതാണ് ഇവിടെ 2⁻2 ആയിരിക്കുന്നത്. സോ ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ 2⁻1 ആണ് നമുക്ക് കോമൺ ആയിട്ട് വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് രണ്ടിലും ഇപ്പോൾ 2 ഉണ്ട്, 2² ഉണ്ട്. ഇത് രണ്ടുമാണ്, ഇതിൽ 2 ആണ് ഇവിടുത്തെ കോമൺ. ഇതിൽ ചെറുത് ഏതാണോ അതെടുത്ത് എഴുതുക, സ്മോളസ്റ്റ് ഏതാണോ അത് എഴുതുക. സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. സോ ഇതാണ് HCF, 2⁻1. നമുക്ക് വേറെ ഒന്നുമില്ല കോമൺ ആയിട്ട്. സോ ജസ്റ്റ് 2⁻1 എന്ന് മാത്രം എഴുതുക, അല്ലെങ്കിൽ 2 എന്ന് എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് LCM. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഗ്രേറ്റസ്റ്റ് പവർ ആണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക. ഇപ്പോൾ 2 ഉണ്ട്, ഓക്കെ, 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള 2s ആണ്. ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ ആർക്കാണുള്ളത്? 2² അല്ലേ? സോ അതാദ്യം എഴുതുക, 2². ഓക്കെ, ദെൻ ഇവിടെ പിന്നെ ആരുണ്ട്? ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. കോമൺ എന്നവർ പറഞ്ഞിട്ടില്ല. അതായത് LCMൽ കോമൺ എന്നുള്ള കാര്യമില്ല LCMൽ. അപ്പോൾ കാരണം ഇതിൽ രണ്ടും കമ്പയർ ചെയ്തിട്ട് വലുത് ഏതാണോ അത് എഴുതുക. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. ബട്ട് നമുക്ക് 3 എടുക്കണം. 3 വി ക്യാൻ റൈറ്റ്, അതായത് 2⁻2 × 3. അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് എഴുതണം? 5ഉം വേണം. 5ഉം നമ്മൾ എഴുതണം, കാരണം അവിടെ 5 ഇല്ല. അപ്പോൾ ഹയസ്റ്റ് പവർ അല്ലേ നമ്മൾ എഴുതുന്നത്. സോ 5ഉം എഴുതണം. LCM എന്ന് പറയുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും വരും, പക്ഷേ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളതേ എഴുതുള്ളൂ. LCMൽ എല്ലാ ഫാക്ടേഴ്സും വരും, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ 3 എഴുതി, 5 എഴുതി, 2 ഉണ്ട്. 2 കോമൺ ആണ് രണ്ടിലും, 2 എന്നുള്ള ഫാക്ടർ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ ഹയസ്റ്റ് പവർ അതാണ് എടുത്തെഴുതുന്നത്. സോ അതുകൊണ്ട് 2² × 3 × 5. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ലീസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ലീസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നെ ചെയ്യുക. 2² എന്താണ്? 4. 4 × 3, 4 × 3 ദാറ്റ് ഈസ് 12. 12 × 5, അപ്പോൾ നമുക്ക് 16 കിട്ടും. സോ 16 നമുക്ക് എഴുതാം. അത്രയേ ഉള്ളൂ ആൻസർ. ഇവിടെ 16 ആണ്. HCF എന്ന് പറയുമ്പോൾ 2⁻1 ആണ്. ഇതാണ് ഇതിൻ്റെ HCF ആൻഡ് LCM. സോ ആദ്യം ക്ലിയർ ആക്കുക, കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് HCF, എന്താണ് LCM, അത് ക്ലിയറായി മനസ്സിലാക്കുക. നമുക്ക് ലീസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഏറ്റവും ചെറിയ വാല്യൂ എഴുതി വെക്കാൻ തോന്നും, പക്ഷെ അത് അങ്ങനെയല്ല. എല്ലാ ഫാക്ടേഴ്സും ഉൾപ്പെടും, പ്രൈം ഫാക്ടേഴ്സ് എല്ലാം ഉൾപ്പെടും. കോമൺ ആയിട്ടുള്ളതിൽ കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് ഫാക്ടറാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൽ നമ്മൾ എടുത്തെഴുതുന്നത്. സോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. HCF എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുക, കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും വേണം. ഇപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എടുക്കുന്നു. ആ കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് സ്മോളർ പവർ ഉള്ളതിനെ നമ്മൾ HCF ആയിട്ട് എടുക്കുന്നു. അതാണ് LCM ആൻഡ് HCF.
സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഇനിയും ഉണ്ട്, എക്സാമ്പിൾ 2, 3 ഒക്കെ ചെയ്യണം. എക്സസൈസിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്, അതുപോലെ ഇതിൻ്റെ റിലേഷൻഷിപ്പ് വരുന്ന കാര്യങ്ങളുണ്ട്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ എല്ലാവരും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ ഈ കണ്ടൻറ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.